ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സമോസയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ്, 5 ബീൻസ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. പച്ചക്കറികൾ എടുക്കുമ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിൻ്റെ ഒപ്പം ചേർത്ത് വേവിക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ച് ആവി തുറന്നു കളഞ്ഞാൽ മതി, വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കണം. 1/2 കപ്പ് ആട്ട, 1/2 കപ്പ് മൈദ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പാകത്തിനാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഇനി ഇത് 15-20 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ പച്ചക്കറിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് സമൂസയുടെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് സവാള നന്നായി വാടുന്നത് വരെ വഴറ്റുക. സവാള വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ചൂടാക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്താൽ സമോസയ്ക്കുള്ള മസാല റെഡിയായി. ഇതിനി സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കുക. അപ്പോഴേക്കും നമുക്ക് സമൂസ ഷീറ്റ് തയ്യാറാക്കാം. കുഴച്ച് വെച്ചിരുന്ന മാവ് ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഉരുളകൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ കനം കുറച്ച് ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ തൂവി കൊടുത്ത് ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ എല്ലാ ബോളുകളും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി 5-10 സെക്കൻഡ് 2 സൈഡും മറിച്ചിട്ട് വേവിച്ചെടുക്കുക. അധിക നേരം വെച്ച് വേവിക്കരുത്. അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറുമ്പോൾ അപ്പം തന്നെ എടുക്കുക. സമൂസയ്ക്ക് വേണ്ട ഷീറ്റെല്ലാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഒട്ടിക്കാനുള്ള മാവ് തയ്യാറാക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി കലക്കി കട്ടിയുള്ള പേസ്റ്റാക്കി എടുക്കുക. ഇനി നമുക്ക് മസാല ഫില്ല് ചെയ്യാം. ഒരു ഷീറ്റ് എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കുക. കലക്കി വെച്ചിരിക്കുന്ന മൈദ എടുത്ത് ഒരു സൈഡിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക. മറ്റേ ഭാഗം മൂടി ഈ ഭാഗം കൊണ്ട് ഒട്ടിച്ചെടുക്കുക. മൂന്നാമത്തെ സൈഡിലും മൈദ തേച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ എല്ലാ മൂലകളും ഹോളില്ലാണ്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഹോളുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ എണ്ണ ഉള്ളിലേക്ക് വല്ലാണ്ട് കയറിപ്പോവും. അതുകൊണ്ട് ഹോളില്ലാണ്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ എല്ലാ ഷീറ്റും മസാല ഫില്ല് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കണം. അതിനായിട്ട് ഓയിൽ ചൂടാക്കി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം തീയിലിട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് ചേഞ്ചായി പോവും.
ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള സമോസകളൊക്കെ നമുക്ക് വറുത്തെടുക്കാം. നമ്മളെടുത്ത മാവിൻ്റെ അളവ് വെച്ചിട്ട് ഒരു 12-13 സമോസകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.